ഒരു നല്ല ഫിലിം മേക്കർ നായകനായിട്ട് വിളിച്ചാൽ പോലും ഞാൻ പോകുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഫിലിം ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് റെക്സ് ബ്രോയെ പരിചയപ്പെട്ടത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു സീനിയർ ഫാനാണ്, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. റെക്സ് ബ്രോ എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത്, അത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. സുരേഷേട്ടൻ അതിനൊക്കെ മുമ്പ് കൺവിൻസിങ് സ്റ്റാറിനേക്കാൾ ഉപരി സൂപ്പർ സ്റ്റാർ ആയിരുന്നു. സുരേഷേട്ടൻ ഭയങ്കര ഫണ്ണുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. വാണിച്ചേച്ചി ലൈഫിലെ സ്വാഗ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇതില് അങ്ങനത്തെ മുഹൂർത്തങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ്, ഗണ്ണ്, ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. റൈഫിൾ ക്ലബിലെ സുരഭിയെ പറ്റി ഞാൻ ഇനി ഒരു അക്ഷരം പറയേണ്ടതില്ലല്ലോ. ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആണ്. ഇനിയും ഫിലിം മേക്കേഴ്സ് അവരുടെ ക്രാഫ്റ്റോ അവരുടെ സെറ്റാലിറ്റിയോ ഒക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കുറച്ച് കയറി കിടക്കുന്ന, കുറച്ച് വിയാർഡായിട്ടുള്ള ചില സമയങ്ങളിൽ സാധ്യതയുള്ള, കുറച്ചും കൂടെ ഇവിടുത്തെ സാധാരണ ഒരു പാരാമീറ്റർ വെച്ചിട്ട് ഞാനൊരു സിനിമ അങ്ങനെ എഴുതിയാൽ ഞാൻ പാളിപ്പോവും. സിനിമ റിലീസായതിനു ശേഷം ആ കഥാപാത്രം ആളുകൾ ഓർത്തിരിക്കുക, റിവ്യൂവിൽ ഉൾപ്പെടെ ആ പേര് പറയുക എന്നത് തന്നെ ഒരു റെക്കഗ്നൈസേഷനാണ്. പറഞ്ഞു വരുന്നത് പോൾസിന് ശേഷം ഗോഡ്ജോ ആയി മാറിയ വിഷ്ണു അഗസ്ത്യയെ പറ്റിയാണ്. നമസ്കാരം. നമസ്കാരം മാം. അതൊരു വല്ലാത്ത റെക്കഗ്നൈസേഷൻ അല്ല. ഒരു എല്ലാ റിവ്യൂവിലും ഇപ്പം അന്ന് RDXന്റെ വരുമ്പോഴും പോൾസണായി വന്ന മച്ചാൻ നല്ലതായിരുന്നു എന്നായിരുന്നു. ഇപ്പൊ വരുന്നത് ഗോഡ്ജോ ആയിട്ട് അയാൾ തകർത്തു, പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് വീണ്ടും അഡ്രസ് ചെയ്യപ്പെടുന്നത് ആഫ്റ്റർ RDX. അപ്പം അതും ഒരു അവാർഡ് കിട്ടുന്ന പോലെ തന്നെയല്ലേ? അതെ 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 അതെ. ഐ മീൻ എന്നെ കുറേ ആളുകൾ, ഞാൻ വെച്ചാൽ എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ അങ്ങനത്തെ എന്തോ ഒരു ഭാഗ്യമുണ്ട്. കാരണം എന്നെ കുറേ കാലം വഴിയിലൊക്കെ കാണുമ്പോൾ വട്ട് സുർജിത്താണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് എനിക്ക് RDXനൊക്കെ ശേഷം പോൾസൺ, അങ്ങനെ ഇപ്പൊ ഗോഡ്ജോ എന്ന് വിളിക്കുന്നുണ്ട്. ഗുഡാണ്, ഗുഡാണ്. അതെ. പോൾസന്റെ ബാഡിൽ നിന്ന് ഗോഡ്ജോന്റെ ഗുഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? ഐ മീൻ ഞാൻ എന്തായാലും പോൾസൺ ബാഡായിരുന്നു, അതുകൊണ്ട് ഇനി ഒരു ഗുഡിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ എത്തിയൊന്നുമല്ല. അപ്പോൾ നല്ല ഫിലിം മേക്കറിൻ്റെ ഒരു കോള്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വില്ലനല്ല, എന്താണെങ്കിലും നല്ല ഫിലിം മേക്കറിൻ്റെ കൂടെ എന്ത് റോളാണെങ്കിലും അത് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാൻസ് ഒക്കെ ഉള്ളൂ എനിക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആഷിഖേട്ടൻ, ഐ മീൻ റൈഫിൾ ക്ലബ് പോലൊരു സിനിമയിൽ ഗോഡ്ജോ എന്നൊരു ക്യാരക്ടർ തന്നു. RDXിലേക്ക് വന്ന കോൾ അല്ലെങ്കിൽ ഫസ്റ്റ് കോൺവെർസേഷൻ അത് ഓർമ്മയുണ്ടോ? ഏതാ? RDX കഴിഞ്ഞിരിക്കുന്നു, റൈഫിൾ ക്ലബിലേക്കുള്ള ഫസ്റ്റ് വിളി ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വിളി എനിക്ക് തോന്നുന്നു ഇതിലെ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോറാണ് വിളിക്കുന്നത്. ഇതേപോലെ ആഷിഖേട്ടൻ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് പറയാനായിട്ട് നാളെ ഒരു 10 മണിയാകുമ്പോൾ അല്ലെങ്കിൽ നാളെ ഒരു ഉച്ച കഴിയുമ്പോൾ ഇവിടെ ഫ്ലാറ്റിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ആ സമയത്ത് ഞാൻ പോവുകയും എൻ്റെ അടുത്ത് അവിടെ ദിലീഷ് ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ, ഐ മീൻ ദിലീഷ് നായർ, അപ്പോൾ പുള്ളിക്കാരനും ഒക്കെ ബേസിക്കലി ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. ആഷിഖേട്ടൻ ചോദിച്ചു, അതായത് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തേക്കാണോ, ഈ ഒരു വിൻഡോയിൽ വേറെ വർക്ക് വല്ലതും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സോഫാർ. എനിക്ക് അപ്പോൾ ആ സമയത്ത് ചെറിയ എൻക്വയറീസ് അല്ലെങ്കിൽ ചെറിയ തമിഴ് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാനിത് ഭയങ്കര കാര്യമായിട്ട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാം ഇനിയിപ്പോൾ അത് അങ്ങനെ. ഗോഡ്ജോ എന്നൊരു ക്യാരക്ടറാണ്. ഇയാളുടെ ഒരു ബേസിക് സ്ഥലമില്ലേ, അയാളിവിടെ റൈഫിൾ ക്ലബിൽ കുറച്ചും കൂടെ സ്പോർട്സ് ഓറിയൻറ്റഡ് വിശ്വസിക്കുന്ന, സ്പോർട്സ് ഇൻക്ലിനേഷൻ ഉള്ളത്, കാട്ടിക്കറി മൃഗങ്ങളെയൊക്കെ അടിക്കുന്നത് കുറച്ച് പ്രാകൃത പരിപാടിയാണെന്നൊക്കെ വിശ്വസിക്കുന്ന, കുറച്ച് എക്സ്പോഷറൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് ബാംഗ്ലൂരൊക്കെ പോയി അവിടെയൊക്കെ കുറച്ച് എക്സ്പോഷറുകളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞു. പിന്നെ പ്ലേ ചെയ്യേണ്ട മുഹൂർത്തങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ കണ്ടെത്തി പോവാം എന്നുള്ളതാണ് അതിൻ്റെ അങ്ങനെ ആ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ 0 ബേബിയിലത്തെ ക്യാരക്ടറും ഇത് തമ്മിലുള്ള ഒരു സാമ്യം, രണ്ടുപേർക്കും ഒരു ഹണ്ടിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൺസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഡ്രൂ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് ആയ ഒരു ശ്രമം ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടുപേരുടെയും വേൾഡ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ബേസിക് ഇന്റൻഷൻ മാറുമ്പോൾ നമ്മൾ എങ്ങനെയോ മാറുമെന്ന് തോന്നുന്നു എനിക്ക്. അതായത് നമ്മളിപ്പോൾ അത് ഏത് തരം കോൺവെർസേഷൻ ആണെങ്കിലും ഏത് തരം ഇടപെടലാണെങ്കിലും വാണ്ട് മാറുമ്പോൾ അതിന്റെ ഡൈനാമിക്സ് മാറും. അപ്പോൾ
ഓ ബേബിയിൽ ഭയങ്കര ബ്രൂട്ടലായിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന സംഭവത്തിൽ ഇതിലിപ്പം ദിലീഷ് ഏട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ ആ എത്തിക്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് സ്റ്റാൻലി. ഐ മീൻ മനുഷ്യരെ ഇവിടെ മനുഷ്യരെ കൊല്ലുന്നതിൽ ശരിക്കും ഇവിടെ പോലീസ് ബാക്കിയുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടായോണ്ട, ഇല്ലെങ്കിൽ അതിന് വരെ മുതിരാൻ സാധ്യതയുള്ള ഒരാളാണ് ഇതിൽ സ്റ്റാൻലി. ബട്ട് കംപ്ലീറ്റ്ലി കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ഹണ്ടിങ് സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ഉപദ്രവിക്കുന്ന ഒന്നും വലിയ വീമ്പായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ട്രോളുന്ന അങ്ങനത്തെ ഒരു ആംഗിളുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കണ്ട ഒരിക്കലും കൂട്ടുകാരാവാൻ സാധ്യത. അപ്പൊ തന്നെ RDX കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായം സംവിധായകനായ നിഹാസിനെ വിളിച്ചു പറയുന്നത് കമൽഹാസനൊക്കെ ഉൾപ്പെടെ അത്രയും വലിയ ക്രിട്ടിക്കൽ അക്ലെയിമും സക്സസും ഒക്കെ നിൽക്കുന്ന സമയം, അവിടെ നിന്ന് റൈഫിൾ ക്ലബിന്റെ അനൗൺസ്മെന്റ് എനിക്ക് തോന്നുന്നൊരു 4 മാസമെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് വിളികൾ വന്നിട്ടുണ്ടാവുമല്ലോ സൂപ്പർ വില്ലൻ ആവാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ തമിഴ് സിനിമകളിലെ വില്ലൻ. ഇത് ഈ സോർട്ടിങ് ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കാം, മറ്റേ ഫിഷിങ്ങിന് ഇരിക്കണ പോലെ മീൻ വന്ന് കൊത്തുന്നത് വരെയും ഇരിക്കാം. ആ ക്ഷമ അതാരാ ഉപദേശിച്ചത്? അതോ എങ്ങനെ തോട്ട് പ്രോസസ് എങ്ങനെയാ? എനിക്കൊന്ന് പേഷ്യൻസ് എന്തായാലും വേണം എന്നുള്ളത് ബേസിക്കായിട്ട് മിക്കവാറും ഇതിൽ വർഷങ്ങൾ കൊണ്ട് നിന്നവരും എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ക്ഷമ വേണം, ഉറപ്പായിട്ട് ക്ഷമ വേണം. 2, ഞാൻ ആകെ ചെയ്ത RDXന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഞാൻ എൻ്റെ ലൈഫിനെ സ്കെയിലപ്പ് ചെയ്തില്ല, എൻ്റെ ചെലവുകളെ, എൻ്റെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ ഫിഷിങ്ങിന് ഇരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഒരു 4 എണ്ണം എനിക്ക് ഐ മീൻ മോശം എന്ന രീതിയിലല്ല, പക്ഷെ 4 എണ്ണം എനിക്ക് വർക്കായില്ല. ചിലപ്പോൾ അതെൻ്റെ പരിമിതിയായിരിക്കും, വിവരത്തിൻ്റെ പരിമിതിയായിരിക്കും. പക്ഷെ എനിക്ക് വർക്കായില്ലെങ്കിൽ ഈ 4 എണ്ണത്തിൽ നമ്മൾ ഭയങ്കരമായി ലൈഫ് സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4 എണ്ണത്തിൽ കുഴപ്പമില്ലാത്ത ഒരെണ്ണം ചെയ്യാൻ തോന്നും. കാരണം മൂവ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് മാത്രമാണ് ഞാൻ അപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം കാണുന്ന എല്ലാ ആക്ടേഴ്സിനും മീഡിയത്തെ ബേസ് ചെയ്തുള്ള വിവരവും അതിനോടുള്ള അപ്രോച്ചും ഒക്കെ അത്രയധികം ഗംഭീര ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്തുണ്ടായതാണ്, ഫോം ചെയ്തതാണ്. അപ്പോൾ ഈ മീഡിയത്തെ തന്നെ പല സ്ഥലത്ത് നിന്ന് പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തേ നമുക്ക് പുതിയൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നേ കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് ഓവർ യൂസ്ഡ് ആയാൽ എനിക്ക് തോന്നുന്നു ഒരു ഗംഭീര ഫിലിം മേക്കേഴ്സ് നമ്മളെ വീണ്ടും കാസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അതായത് നമ്മൾ ബിക്കോസ് എല്ലാ സ്റ്റോറി ടെല്ലിങ്ങിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ ഒരു മോണോട്ടോണസ് സാധനങ്ങളിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, വിച്ച് ഇസ് ഇന്നത്തെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഫിലിം മേക്കേഴ്സിൽ അറിയാവുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ഇത് ഇന്ന കാസ്റ്റ്. എല്ലാ ഫിലിം മേക്കറിനും നേരത്തെ പോലെ അല്ലാതെ ഇയാൾ വർഷങ്ങളായി പോലീസ് ചെയ്യുക, അയാളെ തന്നെ പോലീസ് ചെയ്യിക്കാം എന്ന് പറയുന്ന ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ കുറവാണ്. അതെ, ഐ മീൻ ദേ നീഡ് ആ ഫ്രഷ്നെസ് അവർക്ക് വേണം. അല്ലെങ്കിൽ അയാളൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൺവിൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നണം, അതൊക്കെ കുറച്ചുകൂടി നിർബന്ധമുള്ള ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ആ സമയത്ത് എനിക്ക് അത്ര നന്നായിട്ടൊന്നും വന്നില്ല. ഞാൻ ഭയങ്കര ഷോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ള സാധനത്തേക്കാളും കൂടുതൽ ആ സമയങ്ങളിൽ എനിക്ക് വന്നത് കൂടുതൽ ഞാനൊരു ഫൈറ്റ് പേഴ്സൺ ആണെന്നുള്ള മൂഡിലാണ്. അപ്പോൾ എനിക്ക് 3 ഫൈറ്റ് ഉണ്ട്, ചെറിയൊരു സീനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഐ മീൻ അപ്പോഴാണ് എനിക്ക് എന്നെ അങ്ങനെ ഒരു ആംഗിളിൽ ആളുകൾ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. RDXന് ശേഷമാണ് ഡെയർ ഡെവിൽ വില്ലൻ, ഡെയർ ഡെവിൽ വില്ലനേക്കാളും കൂടുതൽ ഗൈ ഹൂ ക്യാൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അപ്പോൾ എനിക്ക് നല്ല 2 സീൻ തന്നിട്ട് ആയിത്തടിക്ക് ബോധം കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ ബേസിക്. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് കൃഷാന്ത് സീരീസിലൊരു വേഷം തന്നു. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ ഇരിക്കുകയല്ല, ഞാൻ കൃഷാന്തിനോട് ഒരു സീരീസ് വർക്ക് ചെയ്തു, ഒരു ഫിലിം വർക്ക് ചെയ്തു. ആ സമയത്താണ് ഞാൻ ഒരുപാട് നേരം ഉറപ്പായിട്ട് ഈ അൺസർട്ടനിറ്റിയിൽ നമുക്ക് ഇതൊക്കെ വരും. അതായത് ഞാൻ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാനോ അല്ല എനിക്ക് വർക്കാവുന്നില്ലെന്നുണ്ട് ഒരു 3 മാസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഇൻസെക്യൂരിറ്റി വരും. ഇനി ആരും വിളിക്കില്ലേ, നല്ലൊരു ഫിലിം മേക്കറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ ഫിലിം മേക്കറിന്റെ കോള് വന്നില്ലെങ്കിൽ വാട്ട് ഈസ് മൈ നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ ആലോചിക്കും. അത് എടുക്കണമായിരുന്നോ, ഈ ഡൗട്ട്സ് ഒക്കെ വരും. ഐ മീൻ നമ്മൾ
എല്ലാ സമയത്തും ഭയങ്കര സൂപ്പർ ക്ലാരിറ്റിയിലൊന്നും അല്ല. അതല്ലാത്ത സമയങ്ങൾ, നമുക്ക് ആ ക്ലാരിറ്റി ഇല്ലാത്ത സമയങ്ങളും ഡൗട്ട്സ് വരുന്ന സമയങ്ങളും ഇൻസെക്യൂർഡ് ആവുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ചേർന്നാണ് നമ്മുടെ ഈ പോക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. ആ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യുമ്പോഴോ മാൻ ഇത് ചെയ്യാമോ അത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ചെയ്യാം. ഈ പ്രോസസ്സിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ പരിപാടിയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് ആഷിഖേട്ടൻ അല്ലെങ്കിൽ ഞാൻ ശ്യാമേട്ടനോടും ദിലീഷേട്ടനോടും സുഹാസിനോടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഞാനൊരു ഫിലിം ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് റെക്സ് ബ്രോയെ പരിചയപ്പെട്ടത്. അതിനു മുമ്പ് ഐ മീൻ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു സീനിയർ ഫാനാണ്. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര കാര്യമായിട്ട് വർക്ക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ ഈ ബ്രോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് അപ്ഗ്രേഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു സിനിമ വിജയിച്ച ഒരു പടത്തിൽ അപ്പോൾ അയാളെ മെയിൻ ആക്ടർ ആവണമെന്ന് പോലില്ല, എന്തെങ്കിലും രീതിയിലുള്ള അപ്രിസിയേഷൻ ഒരു സ്റ്റാർ കാണിക്കുന്ന പെടാപ്പാടുകൾ നമ്മൾ കാണാറുണ്ട്. ബീറ്റ് ക്ലോത്ത്സ്, ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, കാർസ്, കാക്കനാട് ഫ്ലാറ്റ്, മനസ്സിലായ? ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെ സെൻ മോഡിലേക്ക് പോയതൊന്നല്ല. പക്ഷെ ഇങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അത് കുറച്ച് സാക്രിഫൈസ് ചെയ്തു എന്നാണോ ഈ 3-4 മാസത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത്? സാക്രിഫൈസ് എന്നുള്ളതല്ല. അപ്പം ഞാൻ നോർമലി എന്താ പറയുന്നത്, നോർമലി ഇപ്പം ഞാനിപ്പം പോകുന്ന ജീവിതത്തിൽ ഒരു ബെറ്റർ ക്ലോത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ തന്നെയാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പം അതിന് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും, അതായത് വരാൻ സാധ്യതയുള്ളൊരു ഇതിൽ ചിലപ്പോൾ ഇത്ര ഒരു പൈസ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് ബാധ്യതപ്പെടില്ലേ, അത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് EMI ആക്ടർ ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്തോറും എനിക്ക് ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇതെന്നെ ടോട്ടലി ബാധിക്കും. ഒരു കാര്യം, ഒരു നമുക്കൊരു സബ്ജക്റ്റ് വരുമ്പോൾ, ഒരു ഫിലിം മേക്കർ വരുമ്പോൾ ഒക്കെ നമുക്ക് ചെലവുകളെ മീറ്റ് ചെയ്യാൻ കഥാപാത്രങ്ങളാവുന്ന ചിലപ്പോൾ ഇന്നും മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേക്കാം. എനിക്ക് അങ്ങനെ ഭയങ്കര ഉറപ്പോ അല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സോഫാർ ആ വിൻഡോയിൽ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇതിനെ ഇപ്പം സ്കെയിലപ്പ് ചെയ്യുന്നില്ല, ഞാൻ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഉയർത്തി വെച്ചിട്ട് ബാധ്യതപ്പെടുന്നില്ല. ആ തീരുമാനമായിരുന്നു. വളരെ ഫ്യൂവർ ആക്ടേഴ്സ് എനിക്ക് തോന്നുന്നു മനോജ് ബാജ്പേയി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, നവാസ് സിദ്ദിഖി ഈ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരു സംസ്ഥാനത്തെ ഈ കാര്യം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ കാർ വാങ്ങിച്ചു, അപ്പൊ അതിന് EMI അടയ്ക്കണം. അതുകൊണ്ട് എനിക്കൊന്ന് പ്രദീപ് രംഗനാഥനും ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ആഫ്റ്റർ കോമാളി അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കാന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്. അപ്പൊ ആള് പറഞ്ഞ ആ കാറിന്റെ പൈസ എനിക്ക് തന്നാൽ മതി, സോ ദാറ്റ് ഐ ക്യാൻ സർവൈവ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അഡ്രസ് ചെയ്യേണ്ടത്. ആരും അതങ്ങനെ മറ്റൊരു കാര്യം ഇനി നമുക്ക് ആഷിഖ് കപൂർ ടീമിലേക്ക് വരാം. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ എവിടേക്കോ ആഷിഖ് കപൂർ ആഷിഖ് കപൂർ അമൽ നീരദ് അൻവർഷിദ് ടീമിന്റെ മാത്രമല്ല, ഈ ആഷിഖ് കപൂറിന്റെ കൂടെയുള്ള ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ, റെക്സ് വിജയൻ, ഇവരുടെ ഒക്കെ ഫാൻ ബോയ്സ് ആയിട്ടുണ്ടാവും. എപ്പോഴാണോ സോൾട്ട് പേപ്പർ റിലീസ് ആയത് അപ്പൊ തൊട്ടിട്ട് ഞാൻ സോൾട്ട് പേപ്പറിന് ഇപ്പൊ വിഷ്ണു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഇവരുടെ ഹോൾ ഗ്രൂപ്പിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സൂര്യ ടീം. ഓ ഭാഗ്യവാൻ. അപ്പോൾ അത് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ആസിഫിനെയൊക്കെ അന്നത്തെ ഒരു സമയത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്കമിങ് സ്റ്റാർ ആയിട്ടുള്ള അതെ. ഇയാള് ഇയാള് പൊളിയായിട്ട് കോമഡി നെക്സ്റ്റ് ബിഗ് തിങ് ഇയാളാണ്. അപ്പോ ഈ ആഷിഖ് കപൂറിൽ തുടങ്ങാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ശ്യാം പുഷ്കരൻ പറഞ്ഞൊരു കാര്യമാണ്, വിഷ്വലാണ്. നമ്മള് വിഷ്വൽ കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡയലോഗുകൾ എഴുതുന്നത്. ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഫിലിം മേക്കേഴ്സ് അവരുടെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരികൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിഷ്വൽസ് ഉണ്ടായിരുന്നത്. കാരണം കുറെ കൂടി ഡയലോഗ് ഓറിയന്റഡ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾ അവസാന നിമിഷം വരെ വേണമെങ്കിലും നമ്മൾ നമ്മുടെ വിഷ്വൽസ് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ശീലിച്ചിട്ടുള്ള ഫിലിം മേക്കിംഗ് നിന്ന് എത്രത്തോണ്ട് മാറിയിട്ടും അല്ലെങ്കിൽ എത്രത്തോണ്ട് റിഫൈൻഡും ആയിരുന്നു ഈ ഇവരുടെ പ്രോസസ്സ്? ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ നമുക്ക് അവിടെ കിട്ടുന്നത് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കാമായിട്ടുള്ള വലിയ കെയോസ് ഒന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ 35-40 ദിവസം വർക്ക് ചെയ്താൽ ഈ 40 ദിവസവും അതായത് വളരെ കാമായിട്ടുള്ളൊരു സ്ഥലം, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്പേസ് അവർ
എല്ലാ ടെക്നീഷ്യനോടും ആക്ടറോടും എല്ലാം അങ്ങനത്തെ ഒരു ഡൈനാമിക്സ് ഭയങ്കര രസമായിട്ട് കീപ്പ് ചെയ്യും. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഒരു മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സംശയം വരുന്നുണ്ട്. ചിലപ്പോൾ അത് മണ്ടത്തരം ആവാം, വേണ്ട നമുക്ക് ഇപ്പം ചോദിക്കണ്ട കാരണം പുള്ളി എന്ത് തിരക്കിലാണ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാളും കൂടുതൽ അശികേട്ട ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്ന് ഒരാൾക്ക് രണ്ടാമത്തെ ദിവസം മുതൽ ഫ്രീ ആയിട്ട് സംസാരിക്കാം. മനസ്സിലാവും. അതിന് തസ്തികകൾ, ഹൈറാർക്കി എന്ന് പറയുന്നത് എപ്പോഴും അവരവരുടെ ജോലി എന്താണെന്ന് അറിയാനാ പ്രോപ്പറായിട്ട്. അപ്പൊ അതല്ലാതെ ബാക്കിയുള്ള സ്പേസിൽ ആ സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര രസമുള്ളൊരു ഡൈനാമിക്സ് ഉണ്ട് മനുഷ്യർക്കിടയിൽ. പിന്നെ ശ്യാമേട്ടനൊക്കെ നമുക്ക് ഇപ്പം ഞാനൊക്കെ ഭയങ്കര ഫാൻ ബോയ് ആണ്. അപ്പോൾ ശ്യാമേട്ടനൊക്കെ നമ്മുടെ ആ മറ്റേ ഫാൻഡം ഒക്കെ ഫസ്റ്റ് ദിവസം തന്നെ അടിച്ച് ദൂരെ കളയും. ഐ മീൻ ഭയങ്കര ഇതായിട്ട് ഭയങ്കര സുഹൃത്തിനെ പോലെ സംസാരിക്കും. നമ്മള് ജോക്സ് ക്രാക്ക് ചെയ്യും, ഇതാക്കും, ഭയങ്കര ഓണസ്റ്റ് ആവത്തില്ലേ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തില്. അപ്പൊ അത് നമുക്ക് രണ്ടാമത്തെ ദിവസം ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര സൗഹൃദം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ശ്യാമേട്ട ഇങ്ങനെ പറഞ്ഞു, അപ്പോഴാ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ചോദിക്കും ചിലപ്പോൾ, നീ ശ്യാം പുഷ്കറിന്റെ കാര്യം മനസ്സിലാണ്. അപ്പൊ ആ ഒരു സ്ഥലം ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സിന് അവർക്ക് പ്രോപ്പർലി അവർ നമ്മളെക്കാളും ഒക്കെ കൂടുതൽ റൈഫിൾ ക്ലബിനെ പറ്റി ഇതിൽ ഓരോ ക്യാരക്ടറിനെ പറ്റിയൊക്കെ അത്രയധികം ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഫിലിമിൽ നിന്ന് മനസ്സിലാകുന്ന പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എല്ലാ വിങ്ങിലും ഭയങ്കര ക്രാഫ്റ്റ്സ്മാൻമാർ നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഭയങ്കര കുറവാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് ബുദ്ധിയൊന്നും ഉപയോഗിച്ച് ഇതിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ വണ്ടി കയറി ഇരുന്നാൽ മതി, നമ്മൾ അങ്ങ് എത്തിക്കോളും. മനസ്സിലായി. കാരണം എല്ലാ വിങ്ങിലും അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത്. ഇപ്പം ആഷികേട്ടൻ തന്നെ ക്യാപ്ചർ ചെയ്യുന്നു, ആഷികേട്ടൻ തന്നെ ഫ്രെയിം ചെയ്ത സ്ഥലങ്ങളിൽ ആ സ്റ്റോറി ടെല്ലിങ്ങിൽ നമ്മൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഐ മീൻ റൈറ്റർഷിപ്പിൽ ഭയങ്കര എന്താ പറയുക, അതായത് നമ്മൾ സിനിമകൾ കണ്ടിട്ട് നമുക്ക് അത്രയ്ക്കധികം ഇഷ്ടമുള്ള റൈറ്റേഴ്സാണ്. ഇപ്പോൾ സുഹാസ് ആയിക്കോട്ടെ, ദിൽഷേട്ടനായിക്കോട്ടെ, ശ്യാമേട്ടനായിക്കോട്ടെ. അപ്പോൾ അവർ 3 പേരും എഴുതിയേക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ അഭിനയിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൃഷാന്തനോടൊക്കെ പറയും, അഥവാ ഞാൻ പാളിയെ പോലും റെക്സ് എന്നെ രക്ഷപ്പെടുത്തിക്കോളാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു, റെക്സ് ബ്രോവിനെ മീറ്റ് ചെയ്തു. ഐ മീൻ അതെനിക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. ആൻഡ് റെക്സിനെ പറ്റിയിട്ടും അത് റെക്സ് വിജയ് എന്നുള്ള പേരിനുള്ള ആരാധന നമ്മൾ എടുത്തു പറയണല്ലോ. കാരണം അവര് തൊട്ടിട്ട് നമ്മള് അത് ഫാനാണ്. പക്ഷെ അവര് വന്നിട്ട് തന്നെയാണ് ഈ സ്കേപ്പ് മൊത്തം, ഐ മീൻ RRന്റെ സ്കേപ്പ് മൊത്തം തിരിച്ചാന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യണം. കാരണം ഈ ഇലക്ട്രോണിക് ഗിറ്റാർസ് വന്നതും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും RR ചെയ്യണ്ട, എല്ലാ സ്ഥലത്തും പശ്ചാത്തല സംഗീതം ചെയ്യുന്നതല്ല പശ്ചാത്തല സംഗീതം എന്നൊക്കെ ചെയ്തതിന്റെ ഒരു തുടക്കക്കാരൻ റെക്സ് ആണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആൻഡ് അദ്ദേഹമാണ് ഇതിന്റെ എനിക്ക് കുറെ കാലത്തിന് ശേഷം RRഉം വർക്ക് ചെയ്യുന്നതും പുള്ളി റൈഫിൾ ക്ലബിലാണ് കുറെ കാലത്തിന് ശേഷം. അത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എനിക്ക്. ഐ മീൻ ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് ഇത് ബാക്കി കാര്യങ്ങൾ നമ്മളവിടെ ഷൂട്ട് ചെയ്യപ്പെടുന്നത്, ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമായിരിക്കും എന്നൊക്കെ കൂടുതലും അറിയാവുന്നതും, എന്നാലും നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിൽപ്പുണ്ടല്ലോ, അത് അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന രസവും ഡൈനാമിക്സ് ഒക്കെ നമുക്ക് ഏകദേശം കിട്ടും. അപ്പം ഇതിൽ എന്തായിരിക്കും റെക്സ് ബ്രോ എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത്, അത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പം ഞാൻ തിയേറ്ററിൽ കണ്ട് ഞാൻ ബ്ലോൺ ഔട്ടായി. പിന്നെ നമ്മളിപ്പം ഭയങ്കര സൂപ്പറായിരുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് റെക്സ് ബ്രോ. അപ്പം ഐ മീൻ ഇതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളം മുഴുവൻ സൂപ്പറാന്ന് പറഞ്ഞാലും ക്യാരിഡ് അവേ ആവുന്ന ആർട്ടിസ്റ്റ് അല്ല റെക്സ് ബ്രോ. അപ്പോൾ എനിക്ക് ഐ മീൻ 2 ദിവസം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പം എന്തൊക്കെയാണ് അടുത്ത പരിപാടീസ് എന്നൊക്കെ എൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഭയങ്കര രസമുള്ളൊരു മനുഷ്യൻ. ഇതുപോലത്തെ ഒരു ക്വാളിറ്റി ശ്യാം പുഷ്കരനുണ്ട്. ഐ മീൻ അദ്ദേഹത്തിന് അറിയോ ദാറ്റ് എല്ലാവരും ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ റിട്ടൺ ബൈ ശ്യാം പുഷ്കരൻ എന്ന് പറഞ്ഞാൽ ആളുകൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയിട്ട് ഹൗസ്ഫുൾ ആവുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയോ കാര്യം? ഇപ്പൊ നിങ്ങളിപ്പോ ഇതേ സംഭവം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഭയങ്കര രസമായിട്ട് പുള്ളി സെൽഫ് ട്രോൾ ചെയ്ത് നിങ്ങളോട് പറയും, മനസ്സിലാവുക. അപ്പൊ എനിക്ക് തോന്നുന്നില്ല എന്താ പറയുന്നത്, നമ്മളിപ്പം എടുത്തു വെച്ചു കൊടുക്കുന്ന കിരീടമൊക്കെ അത് അങ്ങനെ തന്നെ ആ കിരീടം എടുത്തു വെച്ച് ആ വെയിറ്റിൽ നടക്കുന്ന ആൾക്കാരെ അല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയാൽ
പുതിയതായിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് മനസ്സിലാവും. നിങ്ങളുടെ ഇന്റർവ്യൂ സൂപ്പർ ഇന്റർവ്യൂ, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് എന്താ പുതിയതായിട്ട് ചെയ്യാൻ? ക്രാക്ക് ചെയ്യാനൊന്നുമില്ല. അവരെല്ലാവരും എനിക്കൊന്ന് അവരിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അവർ അടുത്തൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. പക്ഷെ എക്സ്പീരിയൻസിന്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉണ്ടാവും, അനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. മറ്റൊരു കാര്യം, ഇപ്പോൾ അദ്ദേഹം ആളുകൾക്ക് കൊടുക്കുന്ന ചില ഇപ്പോൾ സിനിമയുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ചില പോയിന്റ്സ് ആണ്, ചില ചൂണ്ടുപലകകൾ എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടാണ്, ഈ ഫാഫയുടെ അടുത്ത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുന്നത് ആദ്യം ധനുഷിനൊക്കെ വെച്ച് ആലോചിച്ചതാ, പിന്നെ ആളെ കിട്ടിയില്ല. സാധാരണ സുരേഷ് കൃഷ്ണയൊക്കെ പണ്ട് ചെയ്തിരുന്ന പോലത്തെ പരിപാടിയാണ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിൽ ഷമ്മി ഫുൾ ഏറെക്കുറെ കവേർഡായി, മനസ്സിലായോ? അതായത് നമുക്ക് ധനുഷിന്റെ റേഞ്ച് വേണം, സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറാണ്, അതാണ് അവരുടെ കമ്മ്യൂണിക്കേറ്റ്. എനിക്ക് മനസ്സിലായത് അതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കൂടി പറയോ, എന്തൊക്കെയാ ക്യാരക്ടറിനെ പറ്റി? ഞാൻ ഫസ്റ്റ് ദിവസം ഇതേപോലെ ഞാൻ മിക്കവാറും 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞു. അതായത് എനിക്ക് എന്താണ് ക്യാരക്ടർ എന്ന് ഏകദേശം രൂപയുള്ളൂ, അപ്പോൾ എന്താണ് പ്ലേ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ, എന്താണ് നമുക്കുള്ള സന്ദർഭം പ്ലേ ചെയ്യാനുള്ള, ഇതൊക്കെ അറിയാൻ ഭയങ്കര ടെൻഡൻസി കൂടും. അപ്പോൾ ഏകദേശം അറിഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞത് അത് ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡാണ്, ഇപ്പോൾ എനിക്ക് ബാക്കി പരിപാടികൾ അറിയത്തില്ല. അപ്പോൾ മച്ചാനെ നമ്മൾ രണ്ടുപേരുടെ ക്യാരക്ടർ ചെയ്യണം. അപ്പോൾ മച്ചാൻ 50% ഇട്ടാൽ മതി, ഞാൻ 50% ഇട്ടിരിക്കും. ഇങ്ങനെയാണ്. അപ്പം ഞാനൊന്ന് കംഫർട്ടായി. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവിടെ ആരും തന്നെ ആദ്യത്തെ ഒരു 2-3 ദിവസത്തെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല, എന്താണെന്ന് ഉള്ള കാര്യം പ്രിസൈസ്ലി ഇതാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാത്തതിൻ്റെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് സേഫ് ഹാൻഡ്സ് ആണെന്നറിയാം. ഈ ആക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകും സീനിയേഴ്സ് ജൂനിയേഴ്സ് അങ്ങനൊന്നും ഇല്ലാതെ കുറച്ചും കൂടെ രസമുള്ളൊരു ഡൈനാമിക്സ് ആളുകൾക്കിടയിൽ ഉണ്ടായപ്പം ആഷിഖേട്ടന് ശ്യാമേട്ടനൊക്കെ ഇവരെന്തായാലും ഒരു ക്ലബായി, കുഴപ്പമില്ല. ടുഗദർനെസ് സംഭവിച്ചിരുന്നു. അതായത് ഇപ്പൊ സുരഭിയും ബാക്കിയുള്ള ഇതിലെല്ലാം എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള പോലെ ഈ സീനിയേഴ്സും ജൂനിയേഴ്സിലേക്കൊക്കെ ഉള്ള പാലമായിരുന്നു സുരഭി. ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന. പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു സിനിമ കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ സക്സസ് ഡെഫിനറ്റ്ലി മനുഷ്യർ കാണുക, റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആകുക. ഇതിനൊക്കെ ഉപരി ഒരു 4 വർഷം കഴിഞ്ഞ് ഇതിലെ ആക്ടേഴ്സോ ഇതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യനോ ആരെങ്കിലും റൈഫ് ക്ലബിനെ പറ്റി ആലോചിച്ച് അവരുടെ മുഖത്തൊരു ചിരി വരും, അല്ലെങ്കിൽ ഒരു സന്തോഷം വരും. അത് ഇറ്റ് മാറ്റേഴ്സ്. അതായത് സക്സസ്സും എല്ലാം ഉണ്ടാകുമ്പം തന്നെ നമുക്ക് എന്തോരം ആക്ടേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മേ സക്സസ് ഒക്കെ ഉണ്ട്, ബട്ട് എനിക്ക് പാട്ടാ ഞാൻ തലവേദന ആയിരുന്നു എന്ന് പറഞ്ഞേക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പം എല്ലാ തരത്തിലും ഒരു സക്സസ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ വർക്ക് ചെയ്തവർക്ക്. മറ്റൊരു പേര് അനുരാഗ് എന്നുള്ള പേര് നമ്മൾ പറയാതിരിക്കില്ല. അദ്ദേഹം ടീമിലുണ്ട്. ക്ലബിനെ എതിർക്കുന്നത് പ്രധാനി പുള്ളിയാണെന്ന് മനസ്സിലാകുന്ന മൊമെന്റ്, അദ്ദേഹത്തെ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത മൊമെന്റ്, എന്തൊക്കെയാണ്? അനുരാഗ് കശ്യപാണ് വില്ലൻ എന്നുള്ള സ്ഥലം അത് ആദ്യമേ തന്നെ കിട്ടിയിരുന്നു. അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളിപ്പം സുഹൃത്തുക്കളോടൊക്കെ എടാ ഇതിൽ വില്ലൻ ആരാ അറിയോ എന്ന് മറ്റേ എന്താ പറയുക പ്രസന്റ് ചെയ്യുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുരാഗ് കശ്യപ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നു. അവിടെ എല്ലാ ആക്ടേഴ്സിനെയും പോലെ കുറച്ച് പേടിയുള്ള, ആക്ടിങ് കഴിഞ്ഞതിന് ശേഷം മോണിറ്ററിൽ വന്ന് നോക്കാത്ത, ഫിലിം മേക്കർ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ നോക്കിയാൽ കൂടുതലും എൻ്റെ കുറച്ചും കൂടെ ക്രിട്ടിക്കലി എനിക്ക് നോക്കാൻ പറ്റും, നിങ്ങൾക്ക് പക്ഷേ ഇത് കറക്റ്റായിരിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന, അതല്ലാതെ ഇവിടുത്തെ പ്രോസസ്സിനെ ബേസ് ചെയ്തൊക്കെ ചോദിക്കുന്ന, ഇവിടുത്തെ കാര്യങ്ങളിൽ ഇവിടെ ഇപ്പോൾ ഒരു സീൻ കഴിഞ്ഞു, അടുത്ത സീൻ ഇത് ചെയ്യാണ്, ബാക്കി ആക്ടേഴ്സിന് നമ്മൾ ലൈൻസ് പുറത്ത് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് അതിനോടാണ് അവർ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ കാണുമ്പം പുള്ളി പറഞ്ഞു, അതായത് അവിടെ കുറച്ചും കൂടെ ലൈൻസോ അല്ലെങ്കിൽ പോർഷനോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ക്യാരവാനിൽ പോവുകയും കറക്റ്റ് ആ ഒരു മൊമെന്റിൽ മാത്രം വന്ന് പെർഫോം ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വർക്കിംഗ് കൾച്ചറാണ് അവിടെ. പക്ഷെ നിങ്ങളെല്ലാവരും ഭയങ്കര രസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നു. ഇത് ഇറ്റ്സ് ഓൺലി ഇൻ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മറ്റേ ഞാനും ദർശനയൊക്കെ ആരാ. അപ്പോൾ
യാ ഐ മീൻ ഹീസ് വെരി ഇംപ്രസ്ഡ് നമ്മുടെ പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നീഷ്യനെയൊക്കെ ഐ മീൻ ഹി ഹാസ് ഹ്യൂജ് റെസ്പെക്ട്. അപ്പോൾ അത് പുള്ളി അത് വേർഡ്സിലും ബാക്കിയുള്ള എല്ലാ ഇതിലും തരുകയും ചെയ്യും നമുക്ക്. അങ്ങനെ ഐ മീൻ ഭയങ്കര ജനറസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പൊ ബ്രോ നമുക്ക് പന്നകാശ്മീരൊക്കെ കിട്ടി കഴിഞ്ഞാലേ നമുക്ക് കുറെ പടങ്ങളെ പറ്റി ചോദിക്കാനൊക്കെ ഒരു തൊര വരുമല്ലോ, ഹാൻഡ് ബോയ് എന്നുള്ള ഇതിൽ. ഇപ്പൊ വിഷ്ണുവസ്തിക്ക് തീർച്ചയായും വരാൻ കാരണം ഈ പറഞ്ഞ ഒരു വിജയ സാധനമൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോ വരാന്നാണ് വിചാരിക്കും. അത് കട്ട് ഓഫ് ആയെന്ന് എനിക്കറിയില്ല. എന്റെ വിജയം മരിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ പറഞ്ഞ കണ്ടോടനെ സാർ ഗാങ്സ് ഓഫ് വാസേപൂർ നോ സ്മോക്കിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സത്യം എഴുതിയത്, അല്ലെങ്കിൽ മണിരത്നത്തിന്റെ കൂടെ മറ്റേ ദിൽസേൽ വർക്ക് ചെയ്തത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ചോദിക്കുക. അതായത് ഒരു ഇന്ത്യൻ സിനിമ ഷേപ്പ് അപ്പ് ചെയ്തതിൽ പ്രധാനി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളാണ്. ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ? എന്തായിരുന്നു സീൻ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ മാക്സിമം ടൈമൊന്നും ഷൂട്ടുണ്ട്. അവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ സാധനത്തിൽ പുള്ളി ഒരു ഷൂട്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് തളർന്നിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ റാൻഡമിലി എന്തെങ്കിലും ഗ്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൺ ഓറിയന്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന, അല്ലാതെ ഇങ്ങനത്തെ ഒരു ഭയങ്കര സീരിയസ് കോൺവെർസേഷൻ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം നമുക്കതല്ലാതെ ഇപ്പോൾ ഒരു റൂമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര എഫർട്ട്ലെസ് ആണ്, ആ സമയത്തൊക്കെ ഉള്ള കോൺവെർസേഷൻ്റെ ഡൈനാമിക്സും, അതല്ലാതെ ഞാൻ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡേയ്സ് എന്ന് എന്നോട് ചോദിച്ചാൽ തന്നെ ഞാൻ എൻ്റെ പൊന്നളിയാ എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു എനിക്ക് അങ്ങനത്തെ കോൺവെർസേഷനോ ഗാങ്സ് ഓഫ് വാസേപൂർ എനിക്ക് ചോദിക്കണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ അതിൽ ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഏരിയയിലേക്കൊന്നും ഉള്ള കോൺവെർസേഷൻ ഒന്നും പോയിട്ടില്ല. ഈ ഗോഡ്ജോയിൽ തന്നെ അദ്ദേഹം ഇപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഗോഡ്ജോയും ഐ മീൻ ദിലീഷ് പോത്തൻ ചെയ്യുന്ന ക്യാരക്ടർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ കുറെ ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെയാണ് ഇതൊരു വേറെ തന്നെ ഒരു നെറേറ്റീവ് ഉണ്ടെന്നും, അല്ലെങ്കിൽ ഹനുമാൻ ഖാന്റെ ക്യാരക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അനുരാഗ് കാശ്മീരിന്റെ ഏരിയ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പടം ഞങ്ങൾ കണ്ടു തുടങ്ങിയ സമയത്ത്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഡൈനാമിക്സ് ഭയങ്കര രസമായിരുന്നു. അതായത് ഭയങ്കര ബ്രദർഹുഡ്, പണ്ടത്തെ പോലെ കുറെ വാക്കുകളിൽ പറയില്ലെങ്കിലും പോലും ഞങ്ങളുടെ ഒരു ബോണ്ടിങ്, എല്ലാ ആളുകളും തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര രസമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടുള്ളത് ആർക്കും മുഴുവനായി കഥ അറിയില്ല എന്നുള്ളൊരു ഏരിയയും കൂടിയാണ്. എല്ലാ ലിങ്കുകളും എല്ലാവർക്കും അറിയില്ല എന്നുള്ളൊരു ഏരിയയും കൂടി നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെ ഈ ബോണ്ടിങ് വന്നത് എല്ലാ ആളുകളും തമ്മിൽ? ആ ഒരു ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കുത്തരം പറയാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഓർഗാനിക് ആയിട്ട്. അതെനിക്ക് തോന്നുന്നത് അവിടുത്തെ സ്പേസിൽ നമുക്ക് ഇതേപോലത്തെ ഒരു 2-3 റൂംസ് ഒക്കെ ആയിട്ട് അവിടെ എല്ലാ ആക്ടേഴ്സും വന്ന് ഇവിടെ ബാക്കി ഈ തൊഴിലിൽ എന്തൊക്കെ സീനിയർഷിപ്പ് ഉണ്ടെങ്കിലും ഈ ജെന്യുവൻലി നമ്മൾ അവിടെ നിന്ന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം മനുഷ്യന്മാരല്ലേ. അപ്പം ഇവിടെ എവിടെയെങ്കിലും നല്ല രസമുള്ളൊരു കോൺവെർസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡിയോ ഫണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പതുക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തൊരു ഫോം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും വിഷ്ണു നമ്മൾക്കിടയിൽ നല്ല ഒരു സൗഹൃദം ഫോം ചെയ്താൽ നമുക്ക് ഇത് ആക്ടിങ്ങിൽ എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് ശത്രുക്കളാവാം, അനിയനും ചേട്ടനും ആവാം, അളിയനും ആവാം. അല്ലെ ഞാൻ പറയാ സിങ്ക് സെറ്റ് ആയാല് ഒരു പരിധി വരെ ഞാൻ ഇത് പറയാമോ അത് പറയാമോ എന്നുള്ള സംഭവം ഞാൻ ഇത് പറയുവേ, ഞാൻ ഇങ്ങനെ കാണിക്കാവേ, അല്ല അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ കുട്ടേട്ടൻ്റെ അടുത്ത് തോക്ക് ചൂണ്ട് സംസാരിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അയ്യോ കുട്ടേട്ടനാണല്ലോ അല്ലെ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അപ്പൊ പുള്ളി ആ മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അവിടെ തോക്ക് കുറച്ച് മേലേക്ക് പിടി, അങ്ങനെയൊക്കെ പറയാ. പിന്നെ ഭയങ്കര ടഫല്ലേ മേൻ, ഇത്രയും ക്യാരക്ടേഴ്സ്, എല്ലാവർക്കും മൊമെന്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് പതുക്കെ എഴുതി ഈ മൊമെന്റ് വരുമ്പോൾ ഇയാളിത് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് തോന്നും. കാരണം അത് എവിടെയോ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും കുറച്ച് സമയം കൊണ്ട്. ഇപ്പൊ 10-20 ക്യാരക്ടേഴ്സിനൊക്കെ എഴുതി അവസാനം വരെ ഇത് കൊണ്ട് ഫലിപ്പിക്കാന്ന് പറഞ്ഞാൽ മാജിക് ഓഫ് റൈറ്റിംഗ് ആണ്. ഈ സുരേഷ് കൃഷ്ണ കൺവിൻസിംഗ് സ്റ്റാർ ആവുന്നതൊക്കെ നിങ്ങളുടെ സെറ്റിലുള്ളപ്പോ? അല്ല, അത് കഴിഞ്ഞിട്ടാ. സുരേഷ് ഏട്ടൻ അതിനൊക്കെ മുമ്പ് കൺവിൻസിംഗ് സ്റ്റാറിനൊക്കെ ഉപരി സൂപ്പർ സ്റ്റാർ ആയിരുന്നു അവിടെ.
സുരേഷ് ചേട്ടൻ ഭയങ്കര ഫണ്ണുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. എന്താ പറയുക, ഏത് മൊമെന്റിനെയും ഒരു ഹ്യൂമറൊക്കെ കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് കഥകളൊക്കെ ഉള്ള അത്ര വർഷമുണ്ടല്ലോ, അത്ര വർഷം ഇവിടെ ടെലിഫിലിം, ഷോർട്ട് ഫിലിം, അത് കഴിഞ്ഞൊരു സീരിയൽ, അത് കഴിഞ്ഞ സിനിമയിലെ സ്ട്രഗിള്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേഴ്സറ്റാലിറ്റി. ആ സമയത്തൊക്കെ സെൽഫ് ട്രോൾ ചെയ്ത് പുള്ളി തന്നെ ആ കോമഡി ക്യാരക്ടറായിട്ട് പുള്ളി ആ സമയത്ത് ആലോചിച്ച കാര്യങ്ങള് അതെല്ലാം ഷെയർ ചെയ്യും. ഭയങ്കര ഈഗോലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അങ്ങനെ പറ്റുള്ളൂ. എന്താ പറയുന്നത്, അതല്ലാത്തുള്ള സ്റ്റോറീസിൽ നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങൾ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഈഗോലെസ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളി ഒരു മനുഷ്യനാണ്. ഈ വിഷ്ണുസിനെ വളരെ യാദർശികമായി കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു യെസ്റ്റർഡേ ലെജൻഡിനെ പ്രസന്റ് ചെയ്യുന്ന സിനിമയിൽ ഭാഗമാവുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ബാബുമാനണി വരുന്നു, ബാബുമാനണിയുടെ ഒരു സീനും ഉണ്ട് ആ പടത്തില്. ആ സിനിമയുടെ ഒരു മെമ്പറാണ് വിഷ്ണുവിനത്ത്. അതേപോലെ തന്നെ റൈഫിൾ കപ്പിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ അതേ സ്റ്റേച്ചറുള്ള അതിന്റെ ഫീമെയിൽ വേർഷൻ ആയിട്ടുള്ള വാണി വിശ്വനാഥ് വരുന്നു ആ പടത്തിൽ. വിഷ്ണു ഫ്രോം ദ പോസിറ്റീവ് സൈഡ്, മറ്റേ നെഗറ്റീവ് സൈഡായിരുന്നു. അതൊരു ഭയങ്കര സിമിലാരിറ്റിയാണ്. വാണി വിശ്വനാഥും അവരും ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നു. അത് എപ്പോഴല്ല അറിഞ്ഞോടുന്നത്? വാണിജ്യച്ചി ഉണ്ട് എന്ന് പറയപ്പെടുന്ന, അല്ലാതെ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ജെന്യൂൻ ആയിട്ടുള്ള സ്വാഗ് ഉള്ള ഒരാളാണ് വാണി ചേച്ചി. മനസ്സിലാവും? ഐ മീൻ വാണി ചേച്ചി ലൈഫിലെ സ്വാഗ് ഉള്ള ഒരാളാണ്. മനസ്സിലാവും? അപ്പൊ ഇതില് അങ്ങനത്തെ മുഹൂർത്തങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ്, ഗണ്ണ് ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആ സമയത്ത് നായികമാരിൽ അത്തരം ക്യാരക്ടേഴ്സോ അത്ര ബോൾഡോ അല്ലെങ്കിൽ ഫൈറ്റോ അല്ലെങ്കിൽ ഗണ്ണോ അങ്ങനത്തെയൊക്കെ വളരെ കുറച്ച് നടിമാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള എഴുത്തുകളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അന്ന്. അപ്പോൾ ആ സമയത്ത് ചെയ്തിട്ടുള്ള അതിൻ്റെ പേരിൽ എല്ലാം ടേക്കിൽ പിടിച്ചോളാന്നൊക്കെ പറയുകയും നമ്മളിത് പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഇതായിട്ട് പിടിക്കുന്നൊക്കെ പറയുകയും, ഐ മീൻ ഗണ്ണിൻ്റെ കാര്യങ്ങളിലൊക്കെ ചിലപ്പം ചില സജഷൻസ് ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്ന. പിന്നെ ഭയങ്കര സ്പോർട്സ് പേഴ്സണാണ്, ഭയങ്കര സ്പോർട്സ് ഇൻക്ലിനേഷൻ ഉള്ള ഒരാളാണ്. ക്രിക്കറ്റ് ഇപ്പോൾ IPL തലഫാനാണ്, ഹാർഡ് കോർ ധോണി ഫാനാണ്. അത് ക്രിക്കറ്റ് നടക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനോട് ഇരുന്ന് കാണുന്ന. അവിടെ ബാക്കി IPL ഏതൊക്കെ ഫോറിൻ പ്ലേയേഴ്സ് വരുന്നോ അവർ ഏത് രാജ്യത്തിൻ്റെയാണ്, ഇവന് എത്ര വയസ്സായി, ഇവൻ ബാറ്റ്സ്മാൻ ആയിട്ട് വന്നതാണ്, ഇവൻ ബാറ്റ് ചെയ്യും, ബോൾ ചെയ്യും, ഇങ്ങനത്തെ പ്രിസൈസ്ലി അറിയാം. ഭയങ്കര ഡേറ്റ ബാങ്കാണ്. അപ്പം അതിൻ്റെ അനാലിസിസും ഒക്കെ വൻ പൊളിയാണ്. അപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ അടുത്തറിയുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വാണി ചേച്ചി ഇങ്ങനത്തെ ഒരു നമുക്കറിയാത്തൊരു ഏരിയ അല്ലേ. അപ്പോൾ ഭയങ്കര രസമുള്ള സ്പോർട്സ് ഇൻക്ലിനേഷനുള്ള ഒരാളാണ് സുരഭിയെ പറ്റി. ഞാൻ ഇനി റൈഫിൾ ക്ലബിലെ സുരഭിയെ പറ്റി ഞാൻ ഇനി ഒരു അക്ഷരം പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം തന്നെ എല്ലാത്തിലും അപ്പാർട്ട് ഫ്രം അവിടെ ഒരു ഭയങ്കര ഒരു തിയേറ്റർ ക്യാമ്പ് പോലെയുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. പിന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അല്ലാത്ത സ്ഥലത്ത് ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആണ്. ഇനിയും ഫിലിം മേക്കേഴ്സ് അവരുടെ ക്രാഫ്റ്റോ അവരുടെ എന്താ പറയുന്നത് വേഴ്സറ്റാലിറ്റിയോ ഒക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവരിൽ നിന്ന് ആ കോഴിക്കോട് സ്ലാങ് വൈപ്പ് ഔട്ടായി പോയ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. തരുമ്പ് പോലും ഇല്ല. ഇപ്പം കോഴിക്കോട് നിന്ന് വരുന്ന ആക്ടേഴ്സിന് അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി അവർക്ക് അത് കുറെ കാലം ക്യാരി ഔട്ട് ചെയ്യേണ്ടി വരും. എന്ത് റീസണാന്ന് നമുക്കറിയില്ല. ഇപ്പൊ കഥ എവിടെ നടന്നാലും അവര് കോഴിക്കോട് സ്ലാങ് സംസാരിക്കുള്ളൂ. സുരഭി അത് അവര് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ ഫിലിം മേക്കേഴ്സ് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് അത് ഒരിക്കലും MIT മൂസയുടെ ഒരു ചായയിലാണ്ട് അവർ ചെയ്യുന്നുള്ളത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. എന്താ പറയുന്നത്, പ്രോസസ് ഓറിയന്റഡോ അല്ലെങ്കിൽ തിയേറ്റർ 3 വർഷം തിയേറ്റർ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ അഭിനയത്തിൻ്റെ എല്ലാ സങ്കേതങ്ങളിലും കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഈസിയാണ് സുരഭിക്ക് ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ തൃശ്ശൂർക്കാരി ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് നിങ്ങൾ ഈ ക്യാരക്ടർ പറഞ്ഞാൽ മതി, പ്രോപ്പർ തൃശ്ശൂർക്കാരിയായിട്ട് 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും. അത്രയും അതിൽ ഡീപ്ലി ഡൈവ് ചെയ്യും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്.
പിന്നെ ഇപ്പം കുറച്ചും കൂടെ കൊമേഴ്ഷ്യലി ഭയങ്കര വേഴ്സറ്റൈലായിട്ട് ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഐ മീൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഇപ്പോൾ റൈറ്റിങ്ങിനകത്ത് വരാൻ നേരത്തെ ഇപ്പോൾ ഇതിനകത്ത് ആഷിഖ് കപൂറിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഇപ്പൊ സ്ത്രീകളെ മാസാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവര് ഓർഗാനിക്കലി ഗൺസ് ടേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ചെറുത്ത് നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് കഥയുടെ അകത്ത്. അവിടെ അവരെ പ്രസന്റ് ചെയ്യുന്ന രീതി, അവർക്കുള്ള ഒരു മാസ് ഫീല്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് പറയേണ്ടത്, അതായത് ഇപ്പോൾ ഒരു പുരുഷനാണ് ഇവിടെ പ്രശ്നമാണ് നമുക്ക് പോവാന്ന് പറയുമ്പോൾ പൊന്നബാബുവിന്റെ ക്യാരക്ടറാണ് പറയുന്നത് നമുക്ക് പോകണ്ട, നമുക്ക് ഫൈറ്റ് നിൽക്കാന്ന് പറയുന്നത് തന്നെ ഒരു റിവേഴ്സിങ് പരിപാടി. അത് അവർ ബോധപൂർവം ചെയ്യുന്നതാണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സ്റ്റിൽ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന ഒരു പൊളിറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ റൈഫിൾ ക്ലബിന്റെ ഒരു യൂണീക്നെസ് ആയിട്ട് ഇതല്ലാതെ കൃഷ്ണസ്ഥിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്താ? ഈ സ്ഥലത്തെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്നാ പിന്നെ കുറച്ചൊരു എംപവർമെന്റ് സ്ഥലങ്ങളിലേക്ക് ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകും എന്നുള്ളതല്ലാതെ, ഇത് ഫസ്റ്റിലെ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന അവിടുത്തെ മനുഷ്യര് ജെൻഡർ വ്യത്യാസം ഇല്ലാതെ തന്നെ കുറച്ച് കയറി കിടക്കുന്ന, കുറച്ച് വിയാർഡായിട്ടുള്ള ചില സമയങ്ങളിൽ സാധ്യതയുള്ള കുറച്ചും കൂടെ ഇവിടുത്തെ സാധാരണ ഒരു പാരാമീറ്റർ വെച്ചിട്ട് കുറച്ചും കൂടെ കറേജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കിടയിലെ ഡൈനാമിക്സിലും എല്ലാം, ആൺപെൺ ഡൈനാമിക്സിലും എല്ലാം എന്താ പറയുന്ന ആ തെറിപ്പുണ്ട്. അപ്പൊ ആ വേൾഡ് ഉണ്ടാക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ആവുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആഷിഖിനോട് ഇത് ഇങ്ങനെ ചോദിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അവർ ആ വേൾഡിനോട് മാക്സിമം നീതി പുലർത്താനാണ് എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുഷിങ് ആയിട്ട് ഒരു എംപവർമെന്റ് ഒന്നും ഫീൽ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലാണെങ്കിലും ഫിലിം മേക്കിങ്ങിലാണെങ്കിലും ആ വേൾഡിനോട് മാക്സിമം ഏറ്റവും ഭയങ്കര രസമായിട്ട് എങ്ങനെ നീതി പുലർത്താം, അതിലെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം എന്ന ആലോചനകളെ അവർക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ടേക്കിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട് കുറച്ച് ഏരിയകളിൽ. ഒന്ന്, അപ്പുറത്ത് നല്ല ആകാശം ഇപ്പൊ ഹിന്ദി പറയുന്നു, ഇപ്പുറത്ത് നിന്ന് നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തെറിയ എന്ന് പറഞ്ഞ് പറയുന്നത്. ആ ടേക്കിന് മുമ്പ് എന്താ സംഭവിച്ചത്? ആ ടേക്കിന് ഇപ്പൊ ശ്യാമേട്ടൻ വന്നിട്ട് പുള്ളിക്കാരൻ അവിടുന്ന് ഇങ്ങനെ പറയും, അപ്പം ദിലീഷേട്ടനോട് പറയും. അപ്പൊ അവിടുന്ന് ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേഴ്സണലി ചിരിക്കുന്നുണ്ട്. അതായത് അപ്പൊ അവിടുന്ന് മച്ചാൻ പറയുന്നു ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുക്കളിയാ എന്ന് നമ്മളോട് പറയുന്നത്. അപ്പം ഞാൻ ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുക്കളിയാന്ന് വെറുതെ ആ റിഹേഴ്സലിന്. അപ്പം അവറാൻ കബൂത്തർ ഇത് പറയുന്നത് നമ്മൾ അവിടെ നമുക്ക് അവിടെ തന്നെ ആ ജോക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ തന്നെ എഴുത്തിന്റെ ഒരു പ്രോസസ് ആണല്ലേ? അല്ല, ഇത് എഴുതി നമ്മളോട് നറേറ്റ് ചെയ്യപ്പെടുന്ന. ഓക്കെ, ഫൈൻ. അതായത് ശ്യാമേട്ടൻ എഴുതിയിട്ട്, അല്ലെങ്കിൽ ശ്യാമേട്ടൻ, സുഹാസ്, ദിലീഷേട്ടനൊക്കെ ഉണ്ട്, ഒരാളാണ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിന്റെ ഫണ്ണ് കിട്ടി ഇതാക്കിയിട്ട് നമ്മളെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറയിപ്പിക്കും. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും പറയുന്നത്, ഇതെങ്ങനെയായിരിക്കും, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ആ ധാരണയില്ലേ, അതായത് അവരാ സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് മാത്രമാണ് എഴുതുന്നത്. ഒരുപാട് ആലോചനകളുണ്ട്. അപ്പൊ ആ ആലോചനയിൽ ഒരു മൾട്ടിപ്പിൾ കുറേ വേർഷൻസ് കയ്യിലുണ്ടാവും. ചിലപ്പോൾ അത് അപ്പോഴേ ഡിസൈഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് അപ്പൊ അത് കേട്ടിട്ട് ഇപ്പൊ ഞാൻ ഇവരൊക്കെ അവിടെ ഇരുന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു സിനിമ അങ്ങനെ എഴുതിയാൽ ഞാൻ പാളിപ്പോവും, മനസ്സിലാവും. അപ്പൊ ദാറ്റ്സ് നോട്ട് ദ പ്രോസസ്. അവർ അത്രയധികം ഇതിന്റെ പരിസരങ്ങളിൽ ആലോചിച്ച് നമുക്ക് പിറ്റേന്ന് ലൈൻസ് ഉണ്ട് നമുക്ക് പറയാൻ. എസ്പെഷ്യലി ഈ സിനിമയുടെ എഴുത്തില് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരാൾ അവരുടെ ഇൻപുട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഇട്ടിട്ട് ആ ലൈൻസ് ആണ് പറഞ്ഞത്. അല്ല, ലൈൻസ് ഭയങ്കര സ്പെസിഫിക് ആണ്, എസ്പെഷ്യലി ഈ സിനിമയിൽ. കാരണം ഇത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, വളരെ കുറച്ച് സമയമുള്ളൂ, ഇവരൊക്കെ രജിസ്റ്റേർഡ് ആവണം. അപ്പം അതിൽ ഭയങ്കര രസമുള്ള റൈറ്റിംഗ് വന്നില്ലെങ്കിൽ നിൽക്കൂല. ഈ ഗ്യാസ് കുറ്റി എടുത്ത് വലിച്ചുകൊണ്ടുപോയി ട്രങ്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സീൻ, അതിന് തൊട്ട് മുമ്പ് എന്താ നടന്നത്? അതിനകത്ത് അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. അല്ല, അത് എനിക്കൊന്നും ആഷിഖേട്ടനാണ് പറഞ്ഞത്. ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഇത് തട്ടുകയാണ്. അപ്പൊ അവിടെ ആക്ഷൻ ആളുകൾ ഉണ്ടാവും, ചവിട്ടുന്നതും. ഹൗ മച്ച് ഓഫ് ദാറ്റ് എക്സ്പ്ലോഷൻ വാസ് റിയൽ? എത്രമാത്രം എക്സ്പ്ലോഷൻ റിയൽ ആയിരുന്നു? അല്ല, അത് അവിടുന്ന് ഇത് വന്നിരുന്നു, എക്സ്പ്ലോഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇതേപോലെ എന്താ പറയുന്ന മാസ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സ്ഥലം അല്ലാതെ നമുക്ക് ആ പുക വരും അടുത്തുനിന്ന്. അപ്പൊ
അതൊക്കെ കുറച്ചും കൂടെ റിയലാണ്. പിന്നെ അതിനകത്ത് കയറി ബാക്കി പ്ലേ കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. അപ്പം അതിന് ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇയാളിങ്ങനെയാണ് ഭയങ്കര, കാരണം മറ്റാൾ ഇനിയിപ്പോൾ എന്തായാലും അവറാനും ഇവരൊക്കെ താക്കോലൊക്കെ അവരുടെ കയ്യിലാന്ന് പറഞ്ഞതൊന്നും കാത്തു നിൽക്കാൻ സമയമില്ല, എന്തെങ്കിലും ചെയ്യണം എന്ന് അങ്ങനെ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ള കാര്യം പറഞ്ഞു അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഈ കുട്ടികളുടെ കാര്യം ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് സീനിൽ, എൻ്റെ വിത്ത ചിലപ്പോൾ അവനത് ചെയ്ത് കളയെന്ന് പറയുന്നതിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയി. സ്റ്റിൽ എന്നാലും ആ സീനിന് ശേഷം അതിന് മുമ്പ് എന്തെങ്കിലും ഇത് നമ്മളെങ്ങനെ ചെയ്യാൻ പോകുന്നു അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇല്ല, എനിക്ക് ആ സമയത്തൊന്നും ജെന്യുവൻലി അങ്ങനെ ഒന്നും തോന്നിയില്ല. ഐ മീൻ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇപ്പം ആകെ എനിക്ക് എന്നോട് ശ്യാമേട്ടൻ പറഞ്ഞത്, ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹൈയിലാണ് തുടങ്ങിയത്, ഗൺസ് അവിടെ കൊണ്ട് ഭയങ്കര ഹൈയിലാണ് തുടങ്ങിയത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ താഴെ തുടങ്ങാം, അങ്ങനത്തെയൊക്കെ ചില കറക്ഷൻസ് വരുന്നതല്ലാതെ എനിക്ക് ആ സമയത്ത് വേറെ ഒന്നും ഇവിടെ ഇത്ര ആക്ടർ നിൽക്കുന്നു അല്ലെങ്കിൽ കുട്ടേട്ടൻ അങ്ങനൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്ന അപ്പോഴത്തേക്ക് എല്ലാവരും തമ്മിൽ കംഫർട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യാനാണല്ലോ വന്നത്. ഹനുമാൻ ഖാൻ്റെ എന്തെങ്കിലും കോൺവെർസേഷൻ സാധ്യതയുണ്ടായിരുന്നോ? എനിക്കൊന്ന് അധികം സീൻസ് ഇല്ല, പക്ഷെ ടോട്ടലി ആ വേൾഡിൽ തന്നെ അല്ലേ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പം നമ്മളില്ലാതെ മച്ചാൻ അവിടെ മറ്റേ വാണിച്ചേച്ചി എടുത്തൊക്കെ വരുമ്പോഴും നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടല്ലോ. അപ്പൊ ഭയങ്കര സൂപ്പർ കൂളായിട്ടുള്ള ഒരാളാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ലവ് എന്ന രീതിയിൽ മ്യൂസിക് തന്നെയാണ്. അപ്പം അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഭയങ്കര രസമായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഭയങ്കര ഏലിയനായി ഇരിക്കുന്ന ആളൊന്നും അല്ല. പിന്നെ അതിനുശേഷം ഒരു ഇന്റർനാഷണൽ അക്ലൈംഡ് മ്യൂസിക് ആർട്ടിസ്റ്റ് ആയി. അതിനുശേഷം ഈ സമയത്ത് വരുമ്പോഴും ഒട്ടും ക്യാരിഡ് അവേ അല്ലാത്ത, ഭയങ്കര ടഫാട്ടോ, ക്യാരിഡ് അവേ അല്ലാത്ത ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പൊ എനിക്കൊന്നും മൈൽസ് ടു ഗോ അപ്പോൾ ഒരുപാട് പോകാനുണ്ട്, കാരണം അത്രയും ഹങ്കർ ഉണ്ട് ആർട്ടിസ്റ്റ്. ആഷിഖ് കപൂർ എന്നുള്ള സിനിമാറ്റോഗ്രാഫർ, അതെനിക്കൊന്ന് രണ്ടാമത്തെ എക്സ്പ്ലോറേഷൻ നിങ്ങളായിരിക്കും ലവ്ലിക്ക് ശേഷം. അദ്ദേഹം അത് ഒരു വല്ലാത്ത ആഷിഖേട്ടൻ ലവ്ലിക്ക് ശേഷം സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നെങ്കിൽ ആഷിഖേട്ടൻ സിനിമാറ്റോഗ്രാഫി ചെയ്ത് ആദ്യം ഇറങ്ങുന്ന സിനിമയിൽ നമ്മള് ലീഡാണ്, നമ്മൾ അഭിനയിച്ചു. ലീഡല്ലേ അതും കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ പുള്ളിയുടെ ഡയറക്ടർ വെഞ്ചറിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ പുള്ളിയും ഒരു പുതിയ കാര്യം എക്സ്പ്ലോർ ചെയ്യാണ്. അതൊരു ഭയങ്കര ടഫാണ്. അതായത് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, പ്രൊഡക്ഷൻ ഒരാളുടെ ഹെഡിലൂടെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഫിലിം മേക്കിംഗ് നടക്കണം. ഇതിൻ്റെ ഇടയിലുള്ള ക്രിയേറ്റീവ് സ്പേസ് എങ്ങനെ ഈ തലയിൽ ബ്രെയിനിൽ ഉണ്ടാകുന്നു എന്നുള്ളത്, പിന്നെ ഇവിടുന്നുള്ള ഒരു ഹീറ്റും നമുക്കാർക്കും കിട്ടുന്നില്ല. അത്രയും കാമാണ്. എനിക്കൊന്ന് പേഴ്സൺ ബേസിക്കലി അങ്ങനെ ആവുന്നതിന്റെ പേരിൽ ആ പേഴ്സൺ ചെയ്യുന്ന ജോലി അങ്ങനെ ആവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഇവരെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ആഷിഖ് കപൂറിനായാലും ശ്യാം പുഷ്കറിനായാലും അവർക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ വേണ്ട പലപ്പോഴും. അത് ഭയങ്കര സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ളൊരു സിനിമ വേണ്ട. അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, അതായത് പടത്തിന്റെ എന്തായാലും അവർ പോസ്റ്റർ വന്ന ആളെന്ന് പറയുന്ന പോലത്തെ ഒരു ഫിനോമിന ഉണ്ടല്ലോ, അത് ആവശ്യമില്ല പലപ്പോഴും. അവർക്ക് അവരുടെ പേരിൽ ആക്ടേഴ്സിനെ പ്രസന്റ് ചെയ്താലും ആ പടം വോക്ക്, അവരുടെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ അവർ അത്രയും നീഷാണ് എന്നുള്ളൊരു അറിവുണ്ട്. അപ്പം ഇവർ ടെക്നിക്കലി ഭയങ്കര കോൺഷ്യസ് ആണോ? ഇങ്ങനെ ടെക്നിക്കാലിറ്റിയെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ ഫിലിം ഐ മീൻ എപ്പോഴും ഒരു സിനിമ ആക്ടറിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് ടോട്ടൽ ഒരു ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ അവരാ ഫീച്ചറിനെ അല്ലെങ്കിൽ ആ ഫിലിമിനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സിനെ, റൈറ്റിങ്ങിനെ, ഫിലിം മേക്കിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു ഭയങ്കര സ്റ്റാറാണ്, എൻ്റെ ഒരു മോശം പടം വന്നാൽ നിങ്ങൾ കാണുമോ? ഇല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ അതായത് ഈ സിനിമയെ നന്നായി നമ്മളും കൂടെ നന്നാവുമ്പോഴേ നിങ്ങൾക്ക് ഈ സ്ഥലമുള്ളൂ, ഈ സോ കോൾഡ് ഫിനോമിനൽ സ്ഥലമുള്ളൂ. അപ്പോൾ ആക്ടറിനേക്കാളും വലുതാണ് ആ സിനിമ. ഇല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടറിന്റെ മോശം സിനിമ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതറിയാം അവർക്ക്. കുറെ കൂടി ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഫിലിം സ്റ്റുഡന്റ് ആയി മാറിയിട്ടുണ്ടോ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നപ്പോ?
ഡെഫിനറ്റ്ലി എന്താ പറയുന്നത്, കുറച്ചും കൂടെ ഒക്കെ ഇൻസെക്യൂരിറ്റി കുറഞ്ഞിട്ടുണ്ട്. രണ്ട് ഇൻ ദ സെൻസ്, അതായത് അടുത്ത എന്താ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചും കൂടി പേഷ്യൻസ് ഒക്കെ അല്ല ആ സ്ഥലങ്ങളൊക്കെ ഇരിക്കാം, അല്ലെങ്കിൽ ഇരുന്നിട്ട് നമുക്ക് നല്ല നല്ല ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യാം എന്നുള്ള സ്ഥലം തോന്നുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നമുക്ക് ഭയങ്കര എനിക്കൊന്നും ഭയങ്കര ക്രാഫ്റ്റ്സ്മാൻമാരോട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചലിച്ചവരുടെ കൂടെ നിന്നാൽ മതി എന്ന് മാത്രം എനിക്ക് തോന്നുന്നത്. അതിൽ നമ്മളെന്തോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ അങ്ങനത്തെ തോന്നലുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ അമച്വർ തോന്നലുകളൊക്കെ മാറിക്കിട്ടും. ഡെഫിനറ്റ്ലി മാറിക്കിട്ടും. കുറച്ചും കൂടെ വിവരം വെക്കും എന്തായാലും. എന്താ പറയാ, ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുന്ന നാസിന്റെ ഫ്രണ്ട്, ഞാൻ നാസിന്റെ അടുത്ത് പറഞ്ഞു, നാസിന്റെ അടുത്ത് എനിക്ക് ഇതേപോലെ ആഷികേട്ടൻ പരിപാടി വിളിച്ചു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടിപൊളി മച്ചാൻ, അടിപൊളി എന്തായാലും വർക്ക് ചെയ്യ്, കാരണം എല്ലാം വലിയ എന്താ പറയുന്ന വലിയ ടെക്നീഷ്യൻസ് അവരോട് വർക്ക് ചെയ്യും, മാൻ പൊളിക്കെന്നൊക്കെ പറഞ്ഞ്. ഐ മീൻ ഒരുപാട് എന്നെ ഭയങ്കര വെൽവിഷറാണ്. ഏതോ ഒരു പരിപാടിയിൽ എന്താ പറയുന്നത്, അതിൽ നിന്നൊരു ബ്രേക്ക് കിട്ടി പുള്ളിയെ മാനം കെടുത്തത്തില്ലെന്നുള്ളത് എവിടെയോ ഉണ്ട്. പുള്ളിക്ക് പറഞ്ഞ പേഷ്യൻസ് ഒരു നല്ല ലെവലിലുണ്ട് തോന്നുന്നുണ്ടല്ലേ, കാരണം ഞാൻ ഇതിന്റെ പീക്കിൽ ആർഡിയക്സിന്റെ ഏറ്റവും പീക്കിൽ ഏറ്റവും വലിയ ആക്ടേഴ്സും എല്ലാം വിളിച്ചിട്ട് ആ മൊമെന്റിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് നാസിനെ. അപ്പോൾ എനിക്ക് നാസിനെ പറ്റിയുള്ള പിന്നെ ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ സമയത്തെ ഗ്രൗണ്ടഡ്നെസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. അതായത് മച്ചാനെ അതായത് ഇവിടെ എല്ലാം ഇത് വരുന്നു, സോ ഫാർ സോ ഗുഡ്, ബട്ട് ഇതിൻ്റെ 2 ഇരട്ടി പണിയെടുക്കണം അടുത്തതിൽ. അതാണ് തോട്ട്, അതാണ് ആ സമയത്തെ തോട്ട്. യെസ് എന്ന് പറയുന്ന ഞാൻ അങ്ങനെ ഒരു മൊമെന്റ് പോലും നമ്മൾ ആ സമയത്ത് എനിക്കും ഫസ്റ്റാണ് അങ്ങനത്തെ ഒരു സക്സസ് കിട്ടുന്നത്, ഒരു മാസ് സക്സസ് എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്ന രീതിയിൽ അങ്ങനെ കിട്ടുന്നത്. പക്ഷേ ആസ് എ ഫിലിം മേക്കർ അതേ ആദ്യം ചെയ്ത സിനിമയ്ക്ക് കിട്ടുകയാണ്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരേ ഫീലിംഗ് ഒക്കെയാണ്. ബട്ട് ഞാൻ അത്ര അടുത്ത് നിന്ന് ആ സമയങ്ങളിലെല്ലാം കണ്ടിട്ടുള്ള ആളാണ് നാസ്. അപ്പം നാസിന് അടുത്ത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് വീണ്ടും അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ ഒരു സിനിമ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു മൊമെൻറ്റിൽ പോലും ഇത്രയും എന്താ പറയുന്നത് അപ്രീസിയേഷൻസ് വരുന്ന സമയത്തും അയാളുടെ തോട്ട് അതാണ്. അപ്പോൾ ആ തോട്ട് അടിപൊളിയാണ്. ഈ 10 years പ്ലസ് ഏകദേശം ഒരു ഞാൻ സ്ട്രഗിൾ എന്ന് പറയില്ല, ഒരു ഇൻസെർച്ച് ഉണ്ടല്ലോ ഈ മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വിഷ്ണു അഗസ്ത്യ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം അന്ന് ചെയ്തതിൽ എന്തെങ്കിലും മാറ്റി ചെയ്യണമെന്ന് ഇപ്പം ആലോചിക്കുന്നുണ്ട്. ഇപ്പം അന്ന് തോന്നിക്കുന്നു വിജയായിട്ട് തുടങ്ങി, അതിനുശേഷം ചെറിയ ഷോർട്ട് ഫിലിംസ് ചെയ്തു, വെബ് സീരീസ് ചെയ്തു, പിന്നെ അന്ന് കരിക്ക് പോലത്തെ ബിഗ് നേംസിൻ്റെ കൂടെ വെബ് സീരീസ് ചെയ്തു, പിന്നെ പതുക്കെ സിനിമയിലേക്ക് അങ്ങനെ കയറി വരുന്നു. ഇത് തന്നെ അല്ലാതെ ഇപ്പൊ ഞാനൊരു ഉപദേശം എന്നുള്ള രീതിയിലല്ല, വളർന്നു വരുന്ന ആളുകൾക്ക് ഉപദേശിക്കാനല്ലേ, ഇത് വേറെ കൂടെ കുറച്ചുകൂടി എളുപ്പം ടെക്നിക്ക് ഉണ്ടോ, അതോ ആളുകൾ അത് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണോ? എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വന്ന വഴിയിൽ ഉള്ള ഇതൊന്നും ആയിരിക്കത്തില്ല, എല്ലാം പുതിയ സ്ട്രഗിളോ അല്ലെങ്കിൽ പുതിയ ഇതോ ആയിരിക്കും. അപ്പോൾ നമ്മളന്ന് എങ്ങനെയോ സർവൈവ് ചെയ്യാൻ എടുത്ത ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമില്ല, അവരുടെ കോണ്ടെക്സ്റ്റ് പോലും അറിയാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് ആകെ ഫീൽ ചെയ്ത് എല്ലാ സമയത്തും പറഞ്ഞ എല്ലാവരുടെയും സ്ഥലം പേഷ്യൻസ് തന്നെയാണ്. അത് മാത്രമേ എനിക്ക് അതിൽ ഒരു കോമൺ ഫിഗർ ഉള്ളൂ. പിന്നെ ഞാൻ VJ ആയി, അതിനുശേഷം ആക്ടിങ്ങിന്റെ പരിപാടികൾ 1-2 സ്ഥലങ്ങളിൽ ട്രൈ ചെയ്യുന്നു, പറ്റുന്നില്ല, നടക്കുന്നില്ല. ആക്ടിങ് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ഞാൻ ബെറ്റർ പ്രോസസ്സിലും അല്ല ചെല്ലുന്നത്, പക്ഷെ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ആക്ട് ലാബിന് മുമ്പുള്ള സമയം ചെറിയ സ്ഥലങ്ങളിലൊക്കെ. എന്നിട്ട് ഞാൻ ആക്ട് ലാബിലേക്ക് വന്നു. ആ സമയത്തുള്ള എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി, അതായത് ആങ്കറിങ് എന്ന ജോലിയിൽ നമ്മൾ കൂടുതൽ കുറച്ച് ക്രിട്ടിക്കൽ വ്യൂ ഉണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഒരിക്കലും ഓവർ ആക്ട് ചെയ്യരുതെന്ന് മാത്രമാണ് നമ്മുടെ ധാരണ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത്ര പോലും ചെയ്യില്ല. മറ്റേ ക്രിട്ടിക്കലായിട്ട് അകത്തൊരാൾ ഇരിക്കുകയാണ്, മറ്റേ ആളെ വെറുതെ വിടുന്നില്ല, പ്ലേ ചെയ്യേണ്ട അങ്ങനത്തെ സ്ഥലമാണ്. അപ്പൊ
അവിടുത്തെ സ്പേസിലും അല്ലെങ്കിൽ എനിക്ക് ആക്ടർ ട്രെയിനേഴ്സ് തന്ന സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാക്കി അങ്ങ് അലമ്പാക്കി നിൻ്റെ അകത്തെ പ്ലേ ചെയ്യുമ്പോൾ നിനക്ക് അകത്ത് ഇവിടെ ഒരു ക്രിട്ടിക്കിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് പ്ലേ. മനസ്സിലാവും. ഇറങ്ങി കളിക്കുന്നതും ക്രിട്ടിക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ അപ്പോഴത്തെ ഒരു ഇതിൽ മാക്സിമം ഇൻവോൾവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആളുകൾ എന്തെടുത്തു, അല്ല നിന്നെ അപ്രീഷിയേറ്റ് ചെയ്തോ, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊക്കെ പറയുന്ന ആളെ ആദ്യം തൂക്കിയെടുത്ത് വെളിയിൽ കളയുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പം എന്നെപ്പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ. ഇപ്പം ചില അവിടെ ആക്ടർ ട്രെയിനേഴ്സ് വരുമ്പം ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓവർ ആക്ട് ചെയ്യുന്നവരെ കാണുമ്പോൾ അവർക്ക് ആശ്വാസമാണ്. ഇത് എളുപ്പമുണ്ട്, ഇത് ഓവർ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഒന്നുമില്ലാത്ത എന്നെപ്പോലെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ പണി, ഭയങ്കര പണിയാണ്. കാരണം അത്രയും ക്രിട്ടിക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തട്ടി 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 കളഞ്ഞു വേണം ഇവരെ നമുക്ക് കുറച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ. അപ്പം എന്നിലൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്. നായക നടനാവണം നല്ല ആഗ്രഹങ്ങളും അങ്ങനെ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കലൊക്കെ ഉണ്ടോ? അതായത് മറ്റേ ഇത് പറയുന്നു, ഒരു നല്ല ഫിലിം മേക്കർ നായകനായിട്ട് വിളിച്ചാൽ പോലും ഞാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. പിന്നെ ഭയങ്കരമായി പ്ലാൻ ചെയ്ത് എൻ്റെ നായകൻ ലോഞ്ച് എന്തായിരിക്കും അങ്ങനത്തെ ആലോചനകളൊന്നും എനിക്കില്ല ജെന്യൂൻലി. എന്നാൽ ഞാൻ കുറച്ച് ഫിലിം മേക്കേഴ്സിനെ ഉറ്റു നോക്കുന്നുണ്ട്. അവരുടെ ഫിലിമിൽ ഇതിപ്പോൾ എങ്ങനെയാ അത് ലിസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടോ അതോ മനസ്സിലാണോ? ഐ മീൻ ഞാൻ എന്തായാലും ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇടുകയും അല്ലെങ്കിൽ എനിക്ക് അവരോട് വർക്ക് ചെയ്യാൻ പറ്റും RDXന് ശേഷം കേട്ടോ. മുമ്പ് എനിക്ക് ധൈര്യമില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ഒരു ഫിലിം മേക്കർ ലിസ്റ്റ് ഇട്ടിട്ട് ഞാൻ ഒരിക്കലും ചിലപ്പം ഞാൻ ലിജോ ചേട്ടനെയൊക്കെ പല്ലിശ്ശേരിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു RDX കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, ചേട്ടാ ഞാൻ ഇന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ ലിജോ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമ്പം ഐ മീൻ എല്ലാവരും കുറച്ചും കൂടെ വെൽ റിസീവിങ് ആയിരുന്നു. അപ്പോൾ അത് എന്താ പറയുന്നത്, മറ്റേത് നമ്മുടെ എല്ലാ സമയത്തെയും പേടി എന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടുമെന്നുള്ള പേടിയാണ്. അത് സംഭവിച്ചു. നമുക്ക് കാണിക്കാൻ ഒരു ഷോറിയിൽ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ വാമത്തുള്ള സ്ഥലങ്ങളിലെത്തട്ടെ. കുറേ മുന്നോട്ട് പോകാനുണ്ട്, കുറേ കൂടി വിഷ്ണുവസ്തു എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ വിഷ്ണുവസ്തു ഇനി കംപ്ലീറ്റ്ലി ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഒരു വിഷ്ണുവസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുട്ടേട്ടൻ കാണുമ്പോൾ പറയും, എടാ നീ താടി വെട്ടിക്കളയണം. ഉടനെ താടി വെട്ടിക്കളയുന്ന അങ്ങനെ എല്ലാ അഡ്ജസ്റ്റിലേക്കും പുഷാവുന്ന ഒരു ആക്ടറായിട്ട് മാറട്ടെ. ഐ മീൻ ദ ക്ലാരിറ്റി യു ഹാവ് റൈറ്റ് നൗ ഈസ് ടു ഗുഡ്. അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുക. ട്രൂലി അമേസിങ് ഇൻ റൈഫിൾ ക്ലബ്. താങ്ക് യു ബ്രോ. സീ യു ഇൻ മോർ മൂവീസ്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.